എൻ്റെ അയ്യോ, ഇതെന്താ രാവിലെ തന്നെ ഒരു ദുസ്വപ്നം? ഓ മൈ ഗോഡ്, 7:30 ആയോ? അമ്മേ, കോഫി! ഈ സാരി ഞാൻ ഉടുത്തായിരുന്നോ? ഇല്ലല്ലോ. ആ, ഇത് കൊടുക്കാം. അച്ഛാ, ഇതൊന്നും തേച്ചേ, വേഗം വേഗം, എളുപ്പം. അമ്മേ, എന്തേ എന്റെ കോഫി എന്തേ? തണുത്തോ അമ്മേ? അയ്യോ, നേരെ ഒരുപാടായി. അമ്മേനല്ലേ ഞാൻ വിളിച്ചേ, കേട്ടില്ലേ? മിണ്ടായിരുന്ന എങ്ങനാ? ഞാൻ ജോലിക്ക് പോകേണ്ട പെണ്ണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ? ഒന്നാം തീയതി ആയ ഉടനെ അമ്മയ്ക്ക് ശമ്പളം കൈ കിട്ടണല്ലോ. എന്നെ ഒന്ന് വിളിച്ചിടായിരുന്നോ? എന്തിന്? നിന്നെ എണീപ്പിക്കാൻ നോക്കി നോക്കി നീ എന്റെ മൂക്കിനിട്ടിടിച്ച് എന്റെ മൂക്കൊരു പരുവായിരിക്കുന്നു. പൊക്ക അവിടുന്ന്, അല്ലെങ്കിൽ തിളച്ച എണ്ണ എടുത്ത് നിന്റെ തലവഴി കമത്തും. വന്നിരിക്കുന്നു കോഞ്ചാനായിട്ട്. ഉച്ചക്ക് പുളിശ്ശേരിയും ചോറും. ഓക്കെ, ഡൺ. ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്റെ മേടെ ജിമിക്ക് കമൽ എന്റെ പങ്കട്ടുണ്ട് പോയി. എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ മക ഞാൻ കുളിക്കാൻ വന്നപ്പോ നിങ്ങൾ ബാത്റൂമിൽ കയറി തന്നെ തെറ്റാ. പോരാഞ്ഞിട്ട് പാട്ടും പാടി കുളിക്കുന്നു. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പാട്ടും പാടി കുളിക്കാൻ കണ്ട ഒരു പ്രായം. ഇപ്പൊ ഞാൻ കുളിപ്പിക്കാം. എന്തിനാ പക്ഷേ പേടിപ്പിക്കുന്നേ? നീ ഒരു പെണ്ണ്, ഞാനും ഒരു പെണ്ണ്, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുളിക്കാം. ഇതൊരു തള്ളയാണോ? കച്ചയും കെട്ടി ഇങ്ങനെ തള്ള നിക്കുവാ. രാപ്പകല് നയൻതാര എന്ന് വിചാരിച്ചോ? ഒന്നിറങ്ങി വെളിയിൽ പോകുന്നുണ്ടോ? നിന്റെ പ്രായത്തിൽ ഞാൻ നയൻതാര തന്നെയായിരുന്നു. ഇത് ഞാൻ അന്ന് എടുത്തിരുന്ന പാവാടയായിരുന്നു. നന്നായിട്ടുണ്ടോ? ഒന്ന് പോന്നുണ്ടോ പ്ലീസ്? പോ പോ പോ. കാക്കക്കുളിയും കുളിച്ചേച്ച് അവളെ ഓടി വന്നു. തേച്ചോച്ചാ, താങ്ക്സ്. അമ്മേ, ഉച്ചക്ക് എനിക്ക് തൈരും ചോറും മതി. ഓർമ്മയുണ്ടല്ലോ, മറക്കല്ലോ അവിടെ മര്യാദക്ക്. നീയാ ഞാനാ നോക്കിയിരുന്ന കാര്യം. നീ മാറ്റി പറയുന്ന അറിഞ്ഞോണ്ട് തന്നെയടി പുളിശ്ശേരി ഉണ്ടാക്കാതെ തൈരും ചോറും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്നോട് അവളുടെ കളി? നേരം വെളുത്തില്ല, രണ്ടും കൂടി രാവിലെ തുടങ്ങി. വിദ്യ, ഞാൻ റെഡി. നിങ്ങൾ ഇന്ന് പേപ്പർ വായിച്ചത് തന്നെ. അടിപൊളി, കിടുക്കച്ച്. എയർപ്ലെയിൻ പോകുന്ന പോലെ ഇവളെങ്ങോട്ടാ ഓടുന്നേ? അയ്യോ, വല്ലാത്തൊരു പെടാപ്പാട് തന്നെ. ഇന്ത്യയിൽ തന്നെ 2 വീലറിന് ഡ്രൈവർ വെച്ചിരിക്കുന്ന ആദ്യത്തെ ആള് നിങ്ങളുടെ മോളായിരിക്കും. ദേ ആ നിൽക്കുന്ന തടിച്ചിക്കും ചേർത്തല്ലേ ചോറ് പൊതിയാൻ പറഞ്ഞ് നിങ്ങളുടെ മോളെന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുന്ന. മതി മതി, വേഗം വേഗം വണ്ടി വിടേ. സ്ലൈഡ് ഒന്ന് കുത്തട്ടെ. ഉരുട്ടല്ലേ, എനിക്ക് പണി കിട്ടും. വേഗം വിട്. വണ്ടി ഇതിൽ കൂടുതൽ സ്പീഡ് പോകത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ഡ്രൈവിംഗ്? അയ്യോ, നിന്റെ പൂവ് തലേന്ന് താഴെ പോയി. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ, ഞാൻ വൈകുന്നേരം വന്ന് വാങ്ങിച്ചോളാം. കണ്ടില്ലേ, എന്നും താമസിച്ചാ പോകുന്നത്. ആ പൂവ് താഴെയിട്ട് പോകുന്നുണ്ടാ? അത് നമ്മുടെ മുതലാളിയുടെ മോളാ. ആ ഇളകി മറിഞ്ഞുള്ള പോക്ക് കണ്ടാലേ 50,000 രൂപ ശമ്പളത്തിന് IT ഓഫീസിലേക്കോ 10,000 രൂപ ശമ്പളം വാങ്ങാൻ താലൂക്ക് ഓഫീസിലേക്കൊന്നല്ല. pre-KG ടീച്ചറാ. മാസം 1320 രൂപ ശമ്പളം. അതിന് പോണ പോക്കാത്. ഞാൻ നോക്കിക്കോളാം. മോനെ മോനെ, ഇങ്ങോട്ട് വന്നേ. ചോക്ലേറ്റ്. കരയില്ലേ മോനെ? ഗുഡ് ബോയ്. കരയില്ലേ മോളെ? ചോക്ലേറ്റ് ഇന്നാട്ടോ, കഴിച്ചോ? ഗുഡ്. അർജുൻ മോനെ, പറഞ്ഞ കേട്ടല്ലോ, കരയില്ലല്ലോ. അപ്പൊ ടീച്ചറിന് ഇവിടെ ഒരു വന്നേ. അടുത്താരാ? ആകാശ്. ടീച്ചറിന് ഒരു വന്നേ. തന്നെ ഇവിടുത്താ. ഗുഡ് ബോയ്. പൊയ്ക്കോ. ചക്കരെ, ടീച്ചറിന് ഇവിടെ ഒരു വന്നേ. ഗുഡ് ബോയ്. പോയിരുന്നോട്ടോ. അമലിനി കരയില്ലല്ലോ, ബ്രേവ് ബോയ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു വന്നേ. ചേട്ടാ റൈസി അടി വെക്ക വെക്ക കൈ വെക്കടാ. കൈ വെക്കടാ വെക്കടാ, മര്യാദക്ക് വെക്കടാ. കൈ അവിടെ എടുക്കരുത്. അടി അടി തലക്കെട്ടി ഞാൻ തരും. വെക്കടാ, വെക്ക വെക്ക. അയ്യോ ഗുരുവായൂരപ്പ, എടുത്തോ ചേട്ടാ.
പണത്തിന് വില കൽപ്പിക്കാൻ പാടില്ല, എന്നാലേ കയ്യിൽ വരൂ. ആ റൈസ് മില്ലുകാരനോടൊക്കെയല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് 500 ചാക്ക് അരി വേണമെന്ന് അവൻ പറഞ്ഞു എന്ന് കേട്ടു. അതെ അതെ, ഫോൺ ചെയ്തിരുന്നു. വ്യാപാരത്തിൽ ശത്രുക്കളും സുഹൃത്തുക്കളൊന്നുമില്ല, അനുസരിച്ചങ്ങ് പോകാൻ പാടില്ലേ എന്നും പറഞ്ഞ് റേറ്റ് കുറയ്ക്കാനും നിൽക്കണ്ട, പറഞ്ഞു വാങ്ങിച്ചോണം. ശരി ശരി. ഇവിടെ കൗൺസിലറുടെ വീട്ടിലൊരു ഇടപാടുണ്ട്, പോയിട്ട് വരാം. ഒരു കാര്യം കൂടി, കണക്കുകളൊക്കെ നോക്കിയിട്ട് കുറേ ആയി, നീ ഒന്ന് നോക്കിയാൽ എന്താ ചേട്ടാ പതിവില്ലാതെ? ഓർമ്മയുണ്ടോ, കുറച്ച് നാൾ മുമ്പ് നമ്മൾ രണ്ടുപേരും കൂടി ബിസിനസ് തുടങ്ങി, അരിക്കച്ചവടം. ഇന്ന് വരെ ഞാൻ കണക്ക് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പേരിനൊരു ബിസിനസ് വേണം. നീ ബിസിനസ് പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. അതല്ലടാ, എനിക്ക് ചേട്ടന് വിശ്വാസം, കാര്യങ്ങൾ നടക്കട്ടെ. എടാ ബ്ലേഡ്, എടാ നാരായണ, ഞാനൊന്ന് തലശ്ശേരിക്ക് പോയി ചാക്കൊന്ന് ഏർപ്പാടാക്കിയിട്ട് വരാം. അത് പിന്നെ ആ പഞ്ചസാര ചാക്ക്, ഉപ്പിച്ചാക്ക്, അരിച്ചാക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല. വളച്ചാക്കും നെല്ല് ചാക്കും ഒക്കെ കുറച്ച് കീറിയിരിക്കുക, അതിന് പറ്റിയ രീതിയിൽ റേറ്റ് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്യാം. ചേട്ടൻ പുറപ്പെടുന്നു. ആ വന്നടാ വന്നടാ. എന്തോന്നാണ് ഗോഡൌണിലെ വെച്ചിരുന്ന മോട്ടർ കട്ടെടുത്തോണ്ടോ? എഴുന്നേറ്റ് പോടാ, പോടാ, പോ, എഴുന്നേറ്റ് പോടാ. എന്റെ വാസുകിയേ, എന്താ പരിപാടി? വാടിയ കോലക്കേറി ടീച്ചറെ, നിനക്കിപ്പോ ഇച്ചിരി അഹങ്കാരം കൂടുതലാ. എന്റെ പേര് വിളിക്കല്ലേന്ന് നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞ് എന്റെ നാക്ക് തെഞ്ഞത് മിച്ചം. അല്ല, എവിടെ പോയി നിന്റെ ഡ്രൈവർ? ചേച്ചി, അവൾ അറിയാതെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുക. അച്ഛനാ പറഞ്ഞ ആദ്യം വണ്ടി തള്ളാൻ പഠിക്കണം, പിന്നെ വേണം ഓടിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ തള്ളിക്കൊണ്ട് വന്നേ. എന്റെ പൊന്നടിയേ, നീ വീട്ടിൽ നിന്നാണ് ഇത് തള്ളിക്കൊണ്ട് വന്നേ? ഇവള് തള്ളുന്നതാണെന്ന് ആർക്കറിയാം. അടിപൊളി. ഇതെന്താ കട്ടുപറിച്ച് വാങ്ങിക്ക് ഇത്ര രുചി തോന്നുന്നേ? എന്തോ, നീ ഒരു റൗഡിയുടെ മനസ്സ് കെട്ടില്ലേ? അവനോട് ഞാൻ ചോദിക്ക്, പറയും. അത് ചോദിച്ചാ പോരെ? ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ദുസ്വപ്നം കാണുന്നു പറഞ്ഞില്ലേ? ഈ പ്രായത്തിൽ എങ്ങനെ പലതും കാണും, നീ മിണ്ടാതിരി. അയ്യോ, ഒരേ സ്വപ്നം തന്നെ ചേച്ചി. ദേ ചുമ്മാതിരിക്കണേ, വെച്ച കറുവാപ്പട്ട ഞാൻ രാവിലെ മുതലേ തേടിക്കൊണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ചേച്ചി, നാരായണന്റെ കൂടെ ചുറ്റുന്ന ആ ബ്ലേഡ് ഉണ്ടല്ലോ, അവനെന്താ? അവനെ സ്വപ്നത്തിൽ എന്റെ കഴുത്തി താലി കിട്ടി ചേച്ചി. എന്താ വിദ്യ നീ പറയുന്നേ? കൊത്തി കൊത്തി അങ്ങ് മുറത്തി കയറി കൊത്തിയല്ലോടി. അവനൊരു റൗഡിയല്ലേടി. സ്വപ്നത്തിൽ ബ്ലേഡ് താലി കെട്ടിയപ്പോഴേ എന്റെ പുറകിൽ നിന്ന് ചേച്ചി ആ താലി കെട്ടാൻ സഹായിച്ചത് അറിയോ? ദാ ഈ സാരി തന്നെ ഉടുത്തിരുന്നേ. എന്താടി ഇത്? വല്ല കല്യാണത്തിനൊക്കെ ഇത് ഉടുക്കാറുള്ളൂ. കുന്തം നീ. എന്നെ എന്തിനാടി ഈ കല്യാണത്തിന് നീ വലിച്ചഴിച്ചോണ്ട് പോയത്? അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, പാല് പൊങ്ങിപ്പോയി. ഇവളെ കൊണ്ട് തോറ്റു ഞാൻ. ഇവള് വന്നാൽ എന്റെ കൈ ഓടത്തില്ല, കാല് ഓടത്തില്ല. എന്റെ പൊന്നെ, ഞാനെന്നാ ഓടിയേക്കാം. നാശം. പുറത്തോടി. അതുകൊണ്ടാ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞു. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒന്നും മനസ്സിൽ വെക്കല്ലേ ബ്ലേഡേ. അതുകളാ ചേട്ടൻ പറയുമ്പോ അതെ, ചായയുടെയും വടയുടെയും കാശ്. കാശില്ല ചേട്ടാ. ചേട്ടാ, ഓട്ടോന്റെ കാശ്. കാശില്ല നീയാ. മൂത്രമൊഴിച്ച ഓട്ടോ ഓടത്തില്ല, രാവിലെ വന്നിരിക്കുന്നു ഓരോരുത്തന്മാര്. ബസ്സിലെ ടിക്കറ്റ് പോലും ഞാൻ എടുക്കാറില്ല. ഒന്ന് പോടാപ്പാ. ചേച്ചി, ദാ അപ്പുക്കുട്ടൻ വന്നിരിക്കുന്നു. വീടിനകത്തേക്ക് കാലെടുത്ത് വെച്ച ചൂലെടുത്ത് അടിക്കുന്ന ആരാണ് നിനക്ക് അഡ്രസ് തന്നത്? അവനോട് ഞാനാ വരാൻ പറഞ്ഞത്. എന്തിനാ വരാൻ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അവന് വെച്ചു വിളമ്പാനൊന്നും പറ്റില്ല. അതെ, അവൻ 10-25 ദോശയും നിന്നും 4 മുട്ടയും കയറ്റും. അത്രയ്ക്കുള്ള സാധനങ്ങളൊന്നും ഈ അടുക്കളയിലില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? തള്ളേ, TV എടുത്ത് ഞാൻ കിണറ്റിലെറിയും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എവിടെയാ പണ്ടാറടങ്ങുന്ന റിമോട്ട് നാശം പിടിച്ചത്?
ഇങ്ങോട്ട് താ. പറഞ്ഞ കേക്കില്ലല്ലേ? നിനക്ക് എന്തിനാ ഇത്? എന്താടി ഇത്? കാലക്ക് 15 വർഷമായിട്ട് ഇതുപോലെ ടേസ്റ്റ് ആയിട്ട് മട്ടക്കറി ഉണ്ടാക്കാൻ ചേച്ചി കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ശരിയല്ലേ അളിയാ? ഞാൻ പറഞ്ഞില്ലേ? ഒരു മാറ്റവും ഇല്ല. എത്ര നേരം എന്ന് വെച്ചാൽ ചേച്ചി എന്നെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി അടുക്കളയിലുള്ള പണിയാണോ നോക്കി ചേച്ചി? പോയ ചേച്ചി. എടാ പണ്ടാര കാല, നാണം എന്താന്നറിയില്ല, മാനം എന്താന്നറിയില്ല, അന്തസ് എന്താന്നറിയില്ല. നീ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ. എന്നെയാണോ? എന്റെ വള്ളിയമ്മ എന്താ? പണ്ട് വലിയ രാജകുടുംബത്തിലുള്ള ഒരു രാജകുമാരനെ ഉടുതുണിയില്ലാതെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ എത്രയോ ഭേദമായി ഞാൻ. ജിമിക്ക് കമ്മ, ജിമിക്ക് കമ്മ, ജിമിക്ക് കമ്മ, ഒറ്റ ഇടി വെച്ച് തന്നിട്ടുണ്ടല്ലോ. ഈ പ്രായത്തിലെ SJ സൂര്യയുടെ പാട്ട് കണ്ടോണ്ടിരിക്കുക അല്ലേ? കഴിഞ്ഞ വർഷം തന്നെ തീരേണ്ട കേസായത്. കാലനിങ്ങനെ തിരക്കായോണ്ട് ഇങ്ങനെ നിങ്ങളെ വിട്ടേക്കോ. ഇതിനെ കൊണ്ട് തോറ്റല്ലോ. ചൊറിയല്ലേ കിളവി? ഇവനും 5000 കൊടുക്ക്. ശരി സാർ. വെക്കോ. ബ്ലേഡേ, ഇവരെയൊക്കെ പോയിട്ട് നാളെ വരാൻ പറ. മൂർത്തി ശരി, ശരി. വാ, വരണം. ഞങ്ങൾ നാളെ വരാം. ഓക്കെ. പറയണം, എന്താ പ്രശ്നം? ഞാൻ വീട് പണിയാൻ വേണ്ടി ഈ എഞ്ചിനീയർ അടുത്ത് മൊത്തം കോൺട്രാക്റ്റായി 50 ലക്ഷം എന്ന് പറഞ്ഞ് അഗ്രിമെന്റ് ഇട്ടിരുന്നു. ഇതാണ് ആ അഗ്രിമെന്റിന്റെ കോപ്പി. ഇപ്പൊ വീടിന്റെ പണിയൊക്കെ തീർന്നു, പക്ഷെ എനിക്ക് താക്കോല് തരുന്നില്ല. എന്താ കാര്യം നിങ്ങളൊന്ന് ചോദിക്കണം. ഉള്ളതാണോ? എഗ്രിമെന്റ് ചെയ്തതൊക്കെ സത്യമാണ് ചേട്ടാ. അതിനുശേഷമാണ് കമ്പിക്കും സിമെന്റിനും മണലിനും ഒക്കെ വില കൂടിയത്. അത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ചെലവായിട്ടുണ്ട്. ഒന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും വാങ്ങിത്താ ചേട്ടാ. വീട് എവിടെയാ വെച്ചിരിക്കുന്നത്? അത് വടക്കേ നടയിൽ ആൽമരത്തിന്റെ അടുത്തുനിന്ന് 5ാമത്തെ വീടാ. എന്താ ഈ രാത്രിയില്? നമസ്കാരം ചേട്ടാ. ഒന്നുമില്ല ചേട്ടാ, ട്രെയിൻ ഒന്ന് ലേറ്റായി. ചേട്ടാ തെറ്റിദ്ധരിക്കരുത്. കുറേ നാളായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെ നിങ്ങൾ ഈ നാരായണുമായിട്ട് ഒന്നിച്ചു പോകുന്നു? അവൻ നാട്ടിലെങ്ങനെ ആയിക്കോട്ടെ, എന്നോടൊരു കുഴപ്പമില്ല. അത് നന്നായി. മിച്ച അടുത്ത ആഴ്ച വന്ന് വാങ്ങിച്ചോ. ശരി ചേട്ടാ, അന്ന് ഞാൻ പോകട്ടെ. പനിയാ, വീടിന്റെ താക്കോൽ ബ്ലേഡിന്റെ കൊടുക്ക്. ചേട്ടാ അത് കൊടുക്കടോ. നീ ഇപ്പൊ ചെല്ല, കാലത്ത് 10 മണിക്ക് വാ. ആ ബ്ലേഡ് നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം. വരണടാ. അല്ല, നിങ്ങളെന്താ ഒന്നും സാർ, പറയാതെ സാർ, പോകുന്നു? ഇരുന്നട്ടെ സാർ. ചേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ട് സാർ. ഇരിക്കൂ സാർ. എടാ മണി, വന്ന് വണ്ടി കയറാ.